യാഗം എന്താണ്? ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ യാഗാർപ്പണം ദൃശ്യമാണ്. കയീനും ഹാബേലും ദൈവത്തിന് യാഗം കഴിച്ചു. ഉൽപ്പത്തി 4:3-4 വാക്യങ്ങൾ. കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്നും, ഹാബേൽ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്നും അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ വഴിപാട് കൊണ്ടുവന്നു. ഉടമ്പടിയിൽ ദൈവവുമായി ഒന്നാകുന്നതിനു വേണ്ടി പ്രായശ്ചിത്ത രക്തവുമായി ഹാബേൽ സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ദൈവത്തിൻ്റെ അടുക്കൽ വന്നു. ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ പ്രതീകമായി ഹാബേൽ സ്വയം ദൈവത്തിനർപ്പിച്ചു. എന്നാൽ കയീൻ ദൈവത്തിനു വഴങ്ങി ഭൂമിയിൽ നിന്നുള്ള വിളവ് ദൈവത്തിന് കാഴ്ചയർപ്പിക്കുകയാണ് ചെയ്തത്. ജലപ്രളയത്തിൽ നിന്നും വിടുതൽ ലഭിച്ചതിൻ്റെ നന്ദിയായി നോഹ ഹോമയാഗമർപ്പിച്ചു. ദൈവിക കൃപ അധികം ലഭിക്കുന്നതിനുള്ള ആഗ്രഹവും ഈ യാഗത്തിന് പിന്നിലുണ്ടായിരുന്നു. ദൈവം നോഹയ്ക്ക് നൽകിയ ഉത്തരത്തിൽ അതിൻ്റെ സൂചന കാണാം. ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. ഉൽപ്പത്തി 8:21. തനിക്കുള്ളതിൽ ഏറ്റവും നല്ലത് ദൈവത്തിന് അർപ്പിക്കുന്നത് തന്നെയും തൻ്റെ ജീവനെയും ദൈവത്തിന് സമർപ്പിക്കുന്നതിന് തുല്യമാണ്. ഒരു മനുഷ്യൻ സ്വയം ദൈവത്തിന് സമർപ്പിക്കുന്നത് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥനയിൽ ആത്മാവ് ആരിൽ നിന്ന് വന്നുവോ ആ ദൈവത്തോട് ചേരുകയും ആത്മാവ് അതിൻ്റെ ദൈവവുമായി താദാത്മ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ ആന്തരിക സമർപ്പണത്തിൻ്റെ ദൃശ്യവും സ്പർശ്യവുമായ ബാഹ്യ സമർപ്പണമാണ് യാഗം. ഇക്കാരണത്താൽ ഇതിനെ മൂർത്തമായ പ്രാർത്ഥന എന്ന് വിളിച്ചിരുന്നു. തൻ്റെ മക്കൾക്കും 3 സുഹൃത്തുക്കൾക്കും വേണ്ടിയുള്ള യോബിൻ്റെ ഹോമയാഗത്തിൽ പ്രായശ്ചിത്തം എന്ന ആശയം വ്യക്തമായി നിഴലിക്കുന്നുണ്ട്. യോബിൻ്റെ പുസ്തകം 1:5, 42:8. പക്ഷെ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന ചിന്തയാണ് യോബിനെ സ്വാധീനിച്ചത്. യോബിൻ്റെ പുസ്തകം 1:5. രണ്ടാമതായി യോബിൻ്റെ സുഹൃത്തുക്കളോട് ദൈവം ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ദാസനായ യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ അവൻ്റെ മുഖം ആദരിക്കും. യോബ് 42:8. ദൈവം പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ പിതാക്കന്മാർ യാഗപീഠം പണിത് യാഗാർപ്പണം നടത്തി ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ഉൽപ്പത്തി 12:7, 13:4, 26:25, 31:54, 33:20, 35:7, 46:1. അടുത്ത എപ്പിസോഡിൽ ന്യായപ്രമാണത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള യാഗങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം.